ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. ഏകാദശ സ്കന്ധത്തിലെ ഉദ്ധവഗീതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1-ാം അധ്യായത്തിലെ യദുവംശത്തിൻ്റെ നാശത്തിന് കാരണമായ ബ്രാഹ്മണശാപത്തിൻ്റെ കഥ പറഞ്ഞു. ഇനി 2-ാം അധ്യായം മുതൽ 5 വരെ ഉള്ള അധ്യായങ്ങളിലായി വസുദേവരും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദമാണ് നടക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ കാണുവാനായി ദ്വാരകയിൽ എത്തിയ ദേവർഷി നാരദൻ ഒരു ദിവസം വസുദേവരുടെ ഗൃഹത്തിലേക്ക് കയറി വന്നു. ദേവർഷിയെ ആചാരപൂർവം സൽക്കരിച്ചിരുത്തിയതിന് ശേഷം വസുദേവർ നാരദ മഹർഷിയോട് പറയുകയാണ്, പൂർവ്വജന്മത്തിൽ വളരെക്കാലം തപസ് ചെയ്തതിൻ്റെ ഫലമായി ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നുവെങ്കിലും സംസാര ബന്ധനങ്ങളിൽ പെട്ടുപോയ തനിക്ക് ഇനിയും ശാന്തിയും സുഖവും കിട്ടുന്നില്ല. സംസാര ദുഃഖങ്ങൾക്കും ഭയത്തിനും ശാശ്വതമായ പരിഹാരമാണ് ഭാഗവത ധർമ്മമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എനിക്ക് ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു തരണമേ എന്ന് വസുദേവർ നാരദ മഹർഷിയോട് അപേക്ഷിച്ചു. ഈ അപേക്ഷ കേട്ട് നാരദ മഹർഷി അതീവ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം വളരെ ഉത്തമമാണ്. മനസ്സിനെ ഏറ്റവും എളുപ്പത്തിൽ ശുദ്ധീകരിക്കാൻ കഴിവുള്ള സിദ്ധ ഔഷധമാണ് ഭാഗവതധർമ്മം. ഭാഗവതധർമ്മത്തെ ശ്രദ്ധയോടെ കേൾക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഏതൊരാളുടെയും മോക്ഷത്തിന് അത് കാരണമാകുന്നു. അങ്ങയുടെ ആഗ്രഹപ്രകാരം പുണ്യശ്രവണ കീർത്തനായ നാരായണനെ എനിക്ക് സ്മരിക്കാൻ അവസരം നൽകിയതിലൂടെ നിങ്ങൾ എനിക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് വസുദേവരുടെ ആഗ്രഹപ്രകാരമുള്ള ഭാഗവതധർമ്മം പറഞ്ഞു കൊടുക്കുവാനായി നാരദ മഹർഷി ഒരു കഥ പറയാൻ പോവുകയാണ്. വിദേഹ രാജാവായ നിമിയും നവയോഗീശ്വരന്മാരും തമ്മിലുള്ള പുരാതന സംവാദത്തിൻ്റെ കഥയാണ് നാരദൻ വിവരിക്കാൻ പോകുന്നത്. സ്വയംഭൂ മനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ, അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നീധ്രൻ, പേരക്കുട്ടി നാഭി എന്നിവരുടെ പരമ്പരയിൽ ഭഗവാന്റെ അംശമായി ഋഷഭദേവൻ അവതരിച്ചു. അദ്ദേഹത്തിന് ജയന്തി എന്ന ഭാര്യയിൽ 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിലെ മൂത്ത പുത്രനായ ഭരതൻ വലിയ നാരായണ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അജനാഭം എന്ന ഈ ഖണ്ഡത്തിന് ഭാരതം എന്ന പേരുണ്ടായത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അദ്ദേഹം രാജഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്ത് 3 ജന്മങ്ങൾ കൊണ്ട് ഭഗവത് പദത്തിലെത്തി എന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭരതചക്രവർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ 9 അനുജന്മാരാണ് നവയോഗീശ്വരന്മാരെന്ന് പ്രസിദ്ധമായത്. അവർ ജന്മനാ തന്നെ ജ്ഞാനികളും പരമസിദ്ധന്മാരും അവധൂതന്മാരുമായിരുന്നു. അവർ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാന്റെ രൂപമായി കണ്ട് ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ വിദേഹ രാജാവായ നിമി ഒരു വലിയ യാഗം നടത്തി. ആ സമയത്ത് ഭഗവാന്റെ അംശാവതാരങ്ങളായ 9 യോഗീശ്വരന്മാർ, ഈ നവയോഗീശ്വരന്മാർ അവിടെ എത്തിച്ചേർന്നു. സൂര്യനെ പോലെ തേജസ്സുള്ള ആ മഹാഭാഗവതന്മാരെ കണ്ടപ്പോൾ യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന രാജാവും ഋത്വിക്കുകളും എല്ലാവരും ഒരുപോലെ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. അത്ര തേജസ്സാണ് ഈ യോഗീശ്വരന്മാർക്ക്. രാജാവായ നിമി അവർക്ക് അർഘ്യപാദ്യങ്ങൾ നൽകി സ്വീകരിക്കുകയും വിനയത്തോടെ 9 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിൽ ആദ്യത്തെ ചോദ്യം വസുദേവർ നാരദനോട് ചോദിച്ച അതേ ചോദ്യമായിരുന്നു. സംസാര ദുഃഖങ്ങൾക്കും മരണഭയത്തിനും ശാശ്വത പരിഹാരമായ ഭാഗവതധർമ്മത്തെക്കുറിച്ചായിരുന്നു നിമിയുടെയും ചോദ്യം. ഇനി ഈ നവയോഗീശ്വരന്മാരുടെ പേരുകൾ പറയുന്നു. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ,
ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇവരാണ് ആ 9 യോഗീശ്വരന്മാർ. ഓരോ യോഗീശ്വരനും രാജാവിൻ്റെ ഓരോ ചോദ്യത്തിനും മറുപടി പറയുകയാണ്. അങ്ങനെ 9 ചോദ്യങ്ങൾക്ക് 9 യോഗീശ്വരന്മാർ മറുപടി പറയുന്നു. നിമിയുടെ 9 ചോദ്യങ്ങളും നവയോഗികളുടെ ഉത്തരങ്ങളും വളരെ ചുരുക്കത്തിൽ ഒന്ന് കാണാം. നിമിയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ ശ്രേയസ്കരമായ ഭാഗവതധർമ്മം എന്താണ്? ഇതിന് കവി എന്ന യോഗീശ്വരൻ മറുപടി പറയുന്നു: ഭഗവാനെ പ്രാപിക്കാനുള്ള എളുപ്പമായ വഴിയാണ് ഭാഗവതധർമ്മം. ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് സകല ഭയങ്ങൾക്കും കാരണം. അപ്പോൾ എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കുവാൻ ശ്രമിക്കുക, ഭയങ്ങൾ മാറിക്കിട്ടുവാനായിട്ട്. മനുഷ്യർ ഈ നശ്വരമായ ഈ ശരീരമാണ് താനെന്ന് കരുതി ഭയചകിതരായി കഴിയുന്നു. എന്നാൽ നശ്വരവും പരിമിതവുമായ ശരീരമല്ല, അപരിമിതവും അനശ്വരവുമായ ആത്മാവാണ് താനെന്നറിയുന്നതോടെ സർവ്വ ഭയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ശാശ്വതമായ മുക്തിയായി. ഈ ജന്മത്തിൽ തന്നെ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനത്തിനുള്ള വഴിയാണ് ഭാഗവതധർമ്മത്തിൽ കൂടെ ഉപദേശിക്കുന്നത്. ഇനി ഭാഗവതധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് പറയുന്നു. നാം ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭക്തിയോടെ ഈശ്വരന് സമർപ്പിക്കുകയാണ് മോക്ഷത്തിനുള്ള വഴി. നിത്യജീവിതത്തിലെ ഓരോ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ഇത് തന്നെയാണ് ഭാഗവതധർമ്മം. അതിനായി അദ്ദേഹം കർമ്മസമർപ്പണത്തിൻ്റെ ഒരു ശ്ലോകം, സാധാരണയായി നമ്മളും ഇത് ചൊല്ലാറുള്ളതാണ്, സമർപ്പണ ശ്ലോകമായി ചൊല്ലാറുള്ളതാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവാത് കരോതി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്. ഇതിൻ്റെ അർത്ഥം ശരീരം, വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി എന്നിവയാൽ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാരായണന് സമർപ്പിക്കുക എന്നാണ്. ഈ ശ്ലോകത്തിൽ ഒരു വ്യത്യാസമുള്ളത് നാരായണായേതി സമർപ്പയേത്തത് എന്നാണ് പറയുന്നത്. ആ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കേണ്ടതാണ് എന്നൊരു ഉപദേശ രൂപേണയുള്ള പ്രയോഗമാണ് ഇവിടെ കാണുന്നത്. ഇത് കവി എന്ന യോഗീശ്വരൻ്റെ ഉപദേശമാണല്ലോ, അതുകൊണ്ടാണ് ഇതിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സാധാരണയായി നാം പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതായിട്ടാണല്ലോ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് നാരായണായേതി സമർപ്പയാമി അല്ലെങ്കിൽ സമർപ്പയേതി, ഇത് ഞാൻ സമർപ്പിക്കുന്നു എന്ന് നേരിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിൻ്റെ വ്യത്യാസമുണ്ട് ഈ ശ്ലോകത്തിൽ. നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചാണല്ലോ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഈ കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇതിൽ കഠിനമായിട്ടുള്ള വ്രതങ്ങളോ യാഗങ്ങളോ ഒന്നും ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പകരം നമ്മളുടെ മനസ്സിൻ്റെ ആ സമർപ്പണ മനോഭാവം മാത്രം മതി. അതുകൊണ്ട് മാത്രം നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമർപ്പണ മനോഭാവത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാനാണ് കവി യോഗീശ്വരൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയണു, ലജ്ജ വെടിഞ്ഞ്, അതായത് നമ്മൾക്ക് മടിയില്ലാതെ ഭഗവാന്റെ ഗുണഗണങ്ങളും നാമങ്ങളും ആലപിക്കുക. ഇത് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ഭഗവാനോട് ഉള്ള ആ ഭക്തി വളർത്തുകയും ചെയ്യുന്നതാണ്. ഇത് മനസ്സിൻ്റെ ആ ലൗകിക ചിന്തകളിൽ നിന്ന് മാറ്റി നമ്മളെ ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. എത്രത്തോളം നമ്മൾ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലുകയും ചെയ്യുന്ന അത്രയും സമയം നമ്മൾ ഭഗവാന്റെ കൂടെ അടുത്ത് സത്സംഗത്തിലിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ ചിത്തശുദ്ധിക്ക് സഹായിക്കും. അതിനൊരു ഉദാഹരണം ഇതിൽ പറയുന്നത്, നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം നിറച്ച് കഴിച്ചു കഴിയുമ്പോൾ ഒന്നാമത്തെ ഗുണം നമ്മളുടെ വിശപ്പ് മാറും, പിന്നെ നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാകും, പിന്നെ അതൊന്നുമല്ലാതെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഈ നാമജപവും കീർത്തന ആലാപങ്ങളും ഭഗവാന്റെ കഥ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭക്തി വളരുന്നത് ഒരു വലിയ ഗുണമാണ്. ഭഗവാനിലേക്കുള്ള ആ ഒരു നമ്മളുടെ താല്പര്യം കൂടിക്കൂടി വരും. അതേപോലെ തന്നെ
മറ്റു വിഷയങ്ങളിലുള്ള ആവശ്യമില്ലാത്ത ഒരാസക്തി തനിയെ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ നാമസങ്കീർത്തനങ്ങൾ വഴിയും നാമജപങ്ങൾ വഴിയും സത്സംഗങ്ങൾ വഴിയും നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഭഗവത് ചിന്തയായിട്ട് ഇരിക്കണമെന്നാണ് കവി പറയുന്നത്. ലൗകികമായ കർമ്മങ്ങളിൽ മുഴുകുമ്പോഴും മനസ്സ് ഈശ്വരനിൽ അർപ്പിക്കുക. അതായത് ഭഗവത് സ്മരണയോടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുക. പിന്നെ എല്ലാവരിലും ഈശ്വരനെ കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സേവിക്കുന്നത് ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമായി കരുതുക. മാനവ സേവ മാധവ സേവ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭാഗവത ധർമ്മത്തിൻ്റെ ഒരു സവിശേഷതയായി ഇവിടെ പറയുന്നത് അഭയവും ശാന്തിയുമാണ്. അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാത്ത അവസ്ഥയാണ് അഭയം. മനസ്സ് ശാന്തമാകുന്നു. ഭയം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. ഭയം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളുടെ മനസ്സിൽ എല്ലാ കോളിളക്കങ്ങളും ഉണ്ടാകുന്നത്. അലയൊഴിഞ്ഞ സമുദ്രം പോലെ ശാന്തമായിരിക്കും മനസ്സ്. ആ ശാന്തമായ മനസ്സിൽ ഭഗവാന്റെ ആ ചൈതന്യം തെളിഞ്ഞു വരും. അതിനുള്ള വഴികളാണ് ഈ പറയുന്നതെല്ലാം. പിന്നെ ഭാഗവതധർമ്മം കേൾക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജനന മരണങ്ങളുടെ അന്തമില്ലാത്ത ആ ചക്രമുണ്ടല്ലോ, ജനന മരണങ്ങളുടെ ആ സൈക്കിൾ, അതിലൂടെയുള്ള ജീവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും സംസാര ദുഃഖവും എല്ലാം ഇല്ലാതെയാകും. അതാണ് ഇതിൻ്റെ ഫലമായിട്ട് പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി മഹാരാജാവ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഭക്തൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് രാജാവിൻ്റെ ചോദ്യം. അതിനുത്തരം പറയുന്നത് ഹരി എന്ന യോഗീശ്വരനാണ്. അദ്ദേഹം ഭക്ത ലക്ഷണം പറയുവാൻ വേണ്ടിയിട്ട് ഭക്തന്മാരെ മൂന്നായി തിരിച്ചിട്ട് ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ എന്ന മൂന്നായി തിരിച്ചിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. ഒന്നാമതായിട്ട് ഉത്തമ ഭക്തൻ്റെ കാര്യം പറയുന്നു. ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഭക്തൻ, പരമ ഭക്തനാണ്. ഇയാൾ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ ദർശിക്കുന്നു. സർവഭൂതേഷു യ പശ്യേത് ഭഗവത് ഭാവം ആത്മനഃ. എല്ലാത്തിലും ഭഗവാനെയും ഭഗവാനിൽ എല്ലാത്തിനെയും കാണുന്നതിനാൽ ഇയാൾക്ക് ആരോടും വിദ്വേഷമോ ഭയമോ ഒന്നുമില്ല. ഇയാളുടെ ദൃഷ്ടിയിൽ മറ്റൊരാളെന്ന ഭാവമില്ല. എല്ലാവരും ആ ഭഗവത് ചൈതന്യത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. എല്ലാവരിലും ഭഗവാനെ കാണുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയാണ് പിന്നെ ഭയവും ദുഃഖവും ഒക്കെ ഉണ്ടാവുക? എല്ലാം ഭഗവാനിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ആ ബോധം ഉണ്ടാകുന്ന ആളാണ് ഉത്തമ ഭക്തൻ. ഇനി രണ്ടാമത്തെ ഭക്തൻ്റെ കാര്യം, അത് മധ്യമ ഭക്തൻ എന്നാണ് പറയുന്നത്. ഈ മധ്യമ ഭക്തൻ 4 തരത്തിലുള്ള സമീപനമാണ് പുലർത്തുന്നത്. ഇപ്പോൾ ഉത്തമ ഭക്തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരേ സമീപനമാണ് എല്ലാവരോടും. ഭഗവാനോട് ഉള്ള ആ ഒരു ഭക്തി, എല്ലാം ഭഗവാനിലാണ്, എല്ലാത്തിലും ഭഗവാനാണ് എന്ന് വരുമ്പം ആ ഒരേ രീതിയിലായിരിക്കും എല്ലാവരെയും കാണുന്നത്, സമമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ മധ്യമ ഭക്തൻ ആ നിലയിലേക്ക് വരാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പല സമീപനമാണ് ഉള്ളത്. ഈശ്വരനോട് പ്രേമമാണുള്ളത്. പ്രേമം എന്ന് പറഞ്ഞാൽ അതിയായ ഭക്തി. മറ്റ് ഭക്തന്മാരോടൊക്കെ സൗഹൃദമാണ്. ഭക്തന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി മൈത്രിയാണ് അതിൻ്റെ ലക്ഷണം. പിന്നെ അത്ര അറിവില്ലാത്ത ആൾക്കാരോട് ഈ ഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും കുറച്ച് അറിവ് കുറഞ്ഞ ആൾക്കാരോട് അവർക്കൊരു സഹതാപവും കരുണയൊക്കെ ഉണ്ടാവും. അയ്യോ അവർക്കറിയില്ലല്ലോ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. പിന്നെ ശത്രുക്കൾ അല്ലെങ്കിൽ വിദ്വേഷികളായിട്ടുള്ളവരോട് അവർ ഉപേക്ഷയാണ് ചെയ്യുന്നത്. തർക്കിക്കാനൊന്നും നിൽക്കില്ല, ഒഴിഞ്ഞു മാറും. അത് മനസ്സിലാക്കി അവരങ്ങനെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു മാറും. ഇങ്ങനെ ആണ് അവരുടെ മാനസിക നില. 4 തരത്തിലുള്ള സമീപനമാണ് അവർ പുലർത്തുന്നത്. മൂന്നാമത്തെ തരക്കാരനാണ് പ്രാകൃത ഭക്തൻ, അതായത് തുടക്കക്കാരൻ. ഭക്തിയിലേക്ക് വന്നിട്ടേയുള്ളൂ. ഇയാൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാത്രമേ ഈശ്വരനെ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയുള്ള ആചാരങ്ങളിലും ഇതിലും മാത്രമേ ഭക്തിയുള്ളൂ.
വിശക്കുന്നവരോടും ദുഃഖിക്കുന്നവരോടും അങ്ങനെ ദയയും കാരുണ്യവും മൈത്രിയും അങ്ങനത്തെ ഉള്ള ഗുണങ്ങളിലേക്കൊന്നും അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും പറഞ്ഞപ്പോൾ അടുത്തതായി രാജാവിൻ്റെ ചോദ്യം മായയെക്കുറിച്ചാണ്. ഭഗവാന്റെ മായ എന്നാൽ എന്താണെന്നും അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇതിന് 3ാമത്തെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ്. അദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ അപ്രതിരോധ്യമായ ശക്തിയാണ് മായ. സത്യമില്ലാത്തതിനെ സത്യമെന്ന് തോന്നിപ്പിക്കുന്നതാണ് മായയുടെ സ്വഭാവം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നു, ഒരു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത്. അതായത് ഒരു ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ പോവുകയാണ്, യാത്ര ചെയ്യുകയാണെങ്കിൽ വഴിയിൽ ഒരു കയറ് കിടക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊരു പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മളതിനെ പാമ്പെന്ന് കണ്ട് പേടിക്കും. ശരിക്കും ഒരു പാമ്പാണെന്നുള്ള ഇതിൽ നമ്മൾ പെരുമാറുകയും ചെയ്യും. വല്ലാതെ പരിഭ്രമിക്കും, പേടിച്ച് ഉറക്കെ കരയും, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്രത്തോളം റിയലായിട്ട് കയറിനെ നമ്മൾ ധരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ജഗത്തിനെ സത്യമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ജഗത്തെന്ന് പറയുന്നത് ശരിക്കും സത്യമല്ല, മിഥ്യയാണ്. മിഥ്യയായ ജഗത്തിനെ നമ്മൾ സത്യമെന്ന് ധരിക്കുകയാണ്. ഈശ്വരനെ മറന്നുകൊണ്ടുള്ള ലോകസുഖങ്ങളെ ശാശ്വതമെന്നും നമ്മൾ വിചാരിക്കുന്നു. ഭഗവാനെ മറന്നിട്ട് ബാക്കിയുള്ള പുറത്തുള്ള സുഖങ്ങളെല്ലാം ശാശ്വതം എന്ന് വിചാരിച്ച് നമ്മൾ അതിലൊക്കെ മുറുകെ പിടിക്കുകയാണ്. അതെല്ലാം നശ്വരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈശ്വരൻ മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ഈ ഒരു ഇത് മറക്കുന്നു. അവിദ്യയാണ് അതിന് കാരണം. അവിദ്യ കൊണ്ട് നമ്മൾ നമ്മൾ കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ ജഗത്തിനെ സത്യമെന്ന് ധരിക്കുന്നു. ലോകത്തിലുള്ള സുഖങ്ങളെ നമ്മൾ ശാശ്വതമെന്ന് കരുതുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അത് ആ മായ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതാണ് ആ മായാശക്തി എന്ന് പറയുന്നത്. പിന്നെ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പഞ്ചഭൂതങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും നാശവും ഒക്കെ ഭഗവാന്റെ മായയുടെ ലീലകളാണ്. മായയാണെന്ന് അറിയാത്തിടത്തോളം കാലം നമ്മളതിനെ സത്യമെന്ന് ധരിക്കും. ഈ ദേഹമാണ് ഞാനെന്ന് എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദേഹം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഭയക്കുന്നു, പേടിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷേ ആ ആത്മാവാണ് നമ്മളെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭയവും ദുഃഖവും ഒന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് അനശ്വരമാണ്, അത് നശിക്കുന്നതല്ല. അവിദ്യയാണ് ഇതിനെല്ലാം കാരണം. ആ അവിദ്യയെയാണ് അന്തരീക്ഷൻ മായ എന്ന് വിളിക്കുന്നത്. അവിദ്യയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നമ്മൾ ഈ മായയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് അവിദ്യ കൊണ്ട്. പിന്നെ ഈ കത്തുന്ന തീയിൽ വീഴുന്ന ഈയാമ്പാറ്റയെ പോലെ വിഷയസുഖങ്ങളിൽപ്പെട്ട് ജീവൻ മരണ ചക്രത്തിൽ കറങ്ങുകയാണ്. ചുരുക്കത്തിൽ സത്യമല്ലാത്തതിനെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഭഗവാന്റെ അത്ഭുത ശക്തിയാണ് മായ. ഇങ്ങനെ മായയെക്കുറിച്ച് കേട്ടപ്പോൾ രാജാവിന് അടുത്ത സംശയമായി. മായ ഇത്ര ഭയങ്കരമാണെങ്കിൽ ഈ മായയെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക എന്നുള്ള സംശയം. അതാണ് അടുത്ത ചോദ്യം, മായയെ എങ്ങനെ മറികടക്കാം? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പ്രബുദ്ധൻ എന്ന യോഗീശ്വരനാണ്. മായ ഭഗവാന്റെ ശക്തി ആയതുകൊണ്ട് മനുഷ്യന് സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് മായയെ മറികടക്കാൻ കഴിയുകയില്ല. മായാതരണം സാധ്യമാകുകയില്ല. ഇനി ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക, ശരണാഗതി അടയുന്നതിലൂടെ മാത്രമാണ് നമ്മൾക്ക് മായയിൽ നിന്ന് മോചനം കിട്ടുന്നത്. ഒരു ഭക്തൻ തൻ്റെ അഹങ്കാരം ഉപേക്ഷിച്ച് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ മായയുടെ മറ നീക്കി അനുഗ്രഹിക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾക്ക് മായയെ മറികടക്കാൻ അല്ലെങ്കിൽ മായയുടെ പിടിയിൽ നിന്ന് മോചിതമാകാനുള്ള ഒരു വഴി. ഈ മായയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആത്മജ്ഞാനമുള്ള ഒരു സദ്ഗുരുവിനെ കണ്ടെത്തുക, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടയുക, ഗുരു ശുശ്രൂഷയും ഭാഗവത ധർമ്മങ്ങളും എല്ലാം പഠിച്ച് ഈ ലോകത്തിലെ സുഖങ്ങൾ നശ്വരമാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിൽ നിന്നും വിരക്തമായി ഉള്ളിലേക്ക് തിരിയുക, ആത്മാന്വേഷണത്തിലേക്ക് തിരിയുക. സ്വർഗസുഖങ്ങളായാൽ പോലും അതും അവസാനിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അതും തീർന്ന് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും.
അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മായയുടെ പിടിയിൽ നിന്ന് മുക്തമാവണമെങ്കിൽ ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുന്നു. അതിനായി ഭക്തന്മാരോടൊപ്പം സമയം ചെലവഴിക്കുക, അതായത് സത്സംഗം, ഭഗവത് ലീലകൾ കേൾക്കുക, എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ മായയുടെ സ്വാധീനം കുറഞ്ഞു കിട്ടും. പിന്നെ സമർപ്പണം, സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും എല്ലാം ഒരുപോലെ സ്വീകരിക്കാൻ ശീലിക്കണം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് കരുതി ശാന്തമായി സ്വീകരിക്കാൻ പഠിക്കുക. ഇത്രയും മായയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായി രാജാവിൻ്റെ 5ാമത്തെ ചോദ്യം, ഈ പ്രപഞ്ചത്തിന് ആധാരമായ പരമസത്യം എന്താണ്? നാരായണൻ എന്നു പേരോടുകൂടിയ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ്? ഇതിനുത്തരം പറയുന്നത് 5ാമത്തെ യോഗീശ്വരനായ പിപ്പലായനൻ ആണ്. ഏറ്റവും ഗഹനമായ പരമതത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാണിത്. പിപ്പലായനൻ പറയുന്നു, ഇത് പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. ബ്രഹ്മം എന്നത് ജനനമോ മരണമോ മാറ്റങ്ങളോ ഇല്ലാത്ത ഒന്നാണ്. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്, എപ്പോഴും ഉള്ളതാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും സാക്ഷിയായി നിൽക്കുന്ന ഞാൻ എന്ന ബോധമാണ് ബ്രഹ്മം. പ്രപഞ്ചത്തിനാധാരമായ ബ്രഹ്മവും നമ്മുടെ ഉള്ളിലെ ആത്മാവും ഒന്നുതന്നെയാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തിരിച്ചറിവാണ് ബ്രഹ്മതത്വത്തിൻ്റെ സാരം. പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾക്ക് പിന്നിലെ ഏകമായ സത്യമാണ് ബ്രഹ്മം, പരമമായ സത്യം. അതിന് ഒരു ഉദാഹരണം പറയുന്നു. സ്വർണം പല ആഭരണങ്ങളായി കാണപ്പെടുമ്പോഴും, അതായത് സ്വർണം കൊണ്ട് നമ്മൾ പല ആഭരണങ്ങളും ഉണ്ടാക്കുന്നു, മാല, വള, മോതിരം എന്നിങ്ങനെ പല ആഭരണങ്ങളും ഉണ്ടാക്കുമ്പോഴും അടിസ്ഥാനപരമായി അവയെല്ലാം സ്വർണമാണ് എന്നതുപോലെ ഓരോ രൂപങ്ങളും നാമങ്ങളും ഉണ്ടാക്കിയാലും അതിന് അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ സത്തയെന്ന് പറയുന്നത് സ്വർണം തന്നെ ആയിരിക്കുന്നത് പോലെ ഈ ലോകം പല രൂപത്തിൽ കാണപ്പെടുമ്പോഴും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സത്യം ഭഗവാൻ മാത്രമാണ്. അതിന് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കടലിലെ തിരകളും പതയും കുമിളകളും എല്ലാം ഉള്ളപ്പോഴും എല്ലാം പൊങ്ങുകയും വരികയും പോവുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ഉള്ളിലുള്ള ആ സത്ത എന്ന് പറയുന്നത് ജലം തന്നെയാണല്ലോ. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചാകാരമായി കാണപ്പെടുന്നത് എല്ലാം അതിൻ്റെ സത്ത ഈശ്വരനാണ്, ഭഗവാൻ മാത്രമാണ്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പല രൂപത്തിലും നാമത്തിലും കാണപ്പെടുന്ന എല്ലാത്തിൻ്റെയും ഉള്ളിലെ സത്ത ഭഗവാൻ മാത്രമാണ്. ഇതാണ് പരമമായ സത്യമെന്ന് പറയുന്നത്, നമ്മൾ പരബ്രഹ്മമെന്ന് പറയുന്നത്, പരമാത്മാവെന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. നിമിയുടെ അടുത്ത ചോദ്യം ഇനി വരുന്നു, കർമ്മയോഗത്തെക്കുറിച്ചാണ്. 6ാമത്തെ യോഗീശ്വരനായ ആവിർഹോത്രൻ വിശദീകരിക്കുന്നു കർമ്മയോഗം എന്താണെന്ന്. ആവിർഹോത്രൻ പറഞ്ഞു, നമ്മുടെ ദൈനംദിന കർമ്മങ്ങളെ എങ്ങനെ ആത്മീയ സാധനയാക്കി മാറ്റാം, അല്ലെങ്കിൽ കർമ്മങ്ങളെ എങ്ങനെ ഭഗവത് പൂജയാക്കി മാറ്റാം എന്നതാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും, അത് വീട്ടുജോലിയാവട്ടെ ഓഫീസിലെ ജോലിയാകട്ടെ, ഭഗവാൻ അർപ്പിക്കുന്ന പൂജയായി കാണുക. അതോടൊപ്പം തന്നെ ഫലേച്ഛ ഇല്ലാതിരിക്കുക. ചെയ്യുന്നതിൻ്റെ ഫലം ഇന്നത് വേണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്രതീക്ഷ വെക്കരുത്. അപ്പോൾ പ്രതീക്ഷ വെക്കുകയാണെങ്കിൽ അത് വിചാരിക്കുന്നത് പോലെ ഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും. എന്തു തന്നെയായാലും ഈശ്വര പ്രസാദമായി സ്വീകരിക്കുക. അതിനാൽ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കർമ്മം ചെയ്യുക. ഇതിന് പ്രസാദബുദ്ധി എന്നാണ് പറയുന്നത്. കിട്ടുന്ന ഫലം എന്തു തന്നെയായാലും, നല്ലതായാലും ചീത്തയായാലും, അത് ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കുക. പ്രസാദമാകുമ്പോൾ നമ്മൾ നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കാറില്ലല്ലോ, അതുപോലെ തന്നെ സ്വീകരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ദേഷ്യവും ആവശ്യമില്ലാത്ത വികാരങ്ങൾ എല്ലാം നമ്മൾക്ക് കുറഞ്ഞു വരും. ഇത് മനസ്സിനെ ശുദ്ധീകരിക്കും, ജ്ഞാനത്തിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിമി അടുത്ത ചോദ്യം ചോദിച്ചു, ഭഗവാന്റെ വിവിധ അവതാരങ്ങളെയും അവയുടെ ഉദ്ദേശങ്ങളെയും കുറിച്ച്. അതിന് 7ാമത്തെ യോഗീശ്വരനായ ദ്രുമിളനാണ് ഉത്തരം പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഭഗവാന്റെ അവതാരങ്ങൾ അനന്തമാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ അവ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമായും 3 ഉദ്ദേശത്തോടെയാണ് അവതാരങ്ങൾ എടുക്കാറുള്ളത്. ഒന്ന്, പരിത്രാണായ സാധൂനാം,
അതായത് നല്ലവരെ സംരക്ഷിക്കുക, വിനാശായ ച ദുഷ്കൃതാം, തിന്മയെ നശിപ്പിക്കുക, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം പുനഃസ്ഥാപിക്കുക. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന്. ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കുന്നു. എന്തിനായി? ഈ അവതാര ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും അവതരിക്കുന്നുവെന്ന്. പിന്നെ ഗുണാവതാരങ്ങളുണ്ട്, ലീലാവതാരങ്ങളുണ്ട്, അംശാവതാരങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്കായി ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ രൂപങ്ങൾ ഭഗവാൻ തന്നെ സ്വീകരിക്കുന്നു. അതിന് ഗുണാവതാരങ്ങൾ എന്നാണ് പറയുന്നത്. ലീലാവതാരങ്ങൾ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, കൃഷ്ണ തുടങ്ങിയ അവതാരങ്ങളിലൂടെ ഭഗവാൻ അധർമ്മത്തെ നശിപ്പിക്കുകയും ഭക്തർക്ക് ആനന്ദം നൽകുകയും ചെയ്യുന്നു. അതിന് ലീലാവതാരങ്ങൾ എന്നാണ് പറയുന്നത്. അംശാവതാരങ്ങളായിട്ട് കപിലമുനി, വ്യാസൻ, ഋഷഭദേവൻ തുടങ്ങിയ ജ്ഞാനികളുടെ കാര്യം പറയുന്നു. അവർ ലോകഹിതത്തിനായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ കൽക്കി, കലിയുഗത്തിൻ്റെ അവസാന അധർമ്മം അതിൻ്റെ പരിധി ലംഘിക്കുമ്പോൾ ഭഗവാൻ കൽക്കിയായി അവതരിക്കുമെന്നും ദ്രുമളൻ മുൻകൂട്ടി പറയുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ഭഗവാനെ ഭജിക്കാത്തവരുടെ അവസ്ഥയെക്കുറിച്ചാണ് നിമി ചോദിച്ചത്. അത് 8ാമത്തെ യോഗീശ്വരനായ ചമസൻ അതിൻ്റെ ഉത്തരം പറയുന്നു. ഈശ്വരനെ വിസ്മരിച്ച് ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകുന്നവർക്ക് സമാധാനമോ തൃപ്തിയോ ലഭിക്കുകയേയില്ല. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തതിനാൽ മരണം വരെ അവർ അശാന്തരായിട്ട് തുടരുന്നു. ഒടുവിൽ വിവേകമില്ലാതെ ഓരോ പ്രവൃത്തികൾ കാരണം അവർ വീണ്ടും വീണ്ടും ജന്മമൃത്യുക്കളാകുന്ന സംസാര ചക്രത്തിൽ അകപ്പെടുന്നു. ഇതാണ് ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ട് ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകുന്നവരുടെ ഗതി എന്ന് ചമസൻ പറയുന്നു. അടുത്ത 9ാമത്തെയും അവസാനത്തേതുമായ ചോദ്യം, കലികാലത്തിൽ ഭഗവാനെ ആരാധിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്? ഇതിനുത്തരം പറയുന്ന കരഭാജനാണ്. കലിയുഗത്തിൽ നാമസങ്കീർത്തനം, ശ്രവണം, സ്മരണം, സത്സംഗം ഇവയാണ് പരമമായ ശ്രേയസ് നൽകുന്നതെന്ന് ഭാഗവതം പറയുന്നു. കലിയുഗത്തിൽ സങ്കീർണമായ യാഗങ്ങളോ കഠിനമായ തപസ്സുകളോ മറ്റുള്ള യുഗങ്ങളിലേതുപോലെ അതൊന്നും സാധ്യമല്ല. അതിനാൽ ഭക്തന്മാരുമായി ചേർന്ന് ഈശ്വരനെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും കലികാലത്തെ ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കുന്നതായിരിക്കും. ഇങ്ങനെ നവയോഗി സംവാദം കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് നാരദ മഹർഷി വസുദേവരോട് പറഞ്ഞു, നവയോഗികളിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ കേട്ട് കൃതാർത്ഥനായിത്തീർന്ന നിമി മഹാരാജാവ് അവരെ ഭക്തിയോടെ പൂജിച്ചു. അനന്തരം ആ 9 സിദ്ധന്മാരും അന്തർധാനം ചെയ്തു. വിദേഹ രാജാവ് ഭാഗവത ധർമ്മങ്ങളെ ആചരിച്ച് മുക്തനായിത്തീരുകയും ചെയ്തു. വസുദേവ, അങ്ങേക്കും ഈ ഭാഗവത ധർമാനുഷ്ഠാനങ്ങളിലൂടെ നിസ്സംഗനായിത്തീർന്ന് പരമശ്രേയസിനെ പ്രാപിക്കാൻ കഴിയും. സർവാത്മാവും സർവേശ്വരനും മായ കൊണ്ട് ഈശ്വര തത്വത്തെ മറച്ച് മനുഷ്യഭാവത്തിൽ വിളങ്ങുന്നവനുമായ ഭഗവാനെ പുത്രഭാവത്തിൽ മാത്രം കാണാതെ ബ്രഹ്മഭാവത്തിൽ ബോധിക്കാൻ ശ്രമിക്കൂ. ഇപ്രകാരം പറഞ്ഞ് നാരദ മഹർഷി യാത്രയായി. ഭാഗവത ധർമാനുഷ്ഠാനത്തിലൂടെ വസുദേവർക്കും ദേവകിക്കും ഭൗതികമായ ആസക്തികൾ വെടിയുവാനും ആത്മജ്ഞാനം നേടുവാനും സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 5ാം അധ്യായം കഴിഞ്ഞു. ഇനി 6ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവ്, ശിവൻ, ശിവഗണങ്ങൾ, ഋഷിമാർ, ഇന്ദ്രൻ തുടങ്ങിയ സകല ദേവതകളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദ്വാരകാനാഥനായ ഭഗവാനെ സ്തുതിച്ചു. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.